ഷാഫി, നീ ചതിയനാണ്, നീ വർഗവഞ്ചകനാണ്, വിശ്വസിച്ചവരെ ചതിക്കുന്നവനാണ്. ഇത് ഞാൻ പറയുന്നതല്ല കേട്ടോ, എൻ്റെ തലേ കയറാൻ വരണ്ട. ഇത് പറയുന്നത് ഷാഫിയെ വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്ന് ജയിപ്പിച്ചു വിട്ട, കുയ്യാപ്ലയാക്കി ജയിപ്പിച്ചു വിട്ട വടകര പാർലമെൻറ്റ് മണ്ഡലത്തിലെ കോൺഗ്രസിൻ്റെ, ലീഗിൻ്റെ, ജമായത്ത് ഇസ്ലാമിയുടെ അണികൾ നവമാധ്യമത്തിലും വാട്സപ്പിലും വന്ന് ഷാഫിക്കെതിരെ കുരച്ച് ചാടുന്നതിൻ്റെ ചില വരികൾ മാത്രമാണ് വന്നത്. ഇതിനേക്കാളും മോശമായ ഭാഷയിൽ പറയുന്നുണ്ട്. അതെനിക്ക് പറയാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ പറയാത്തത്. എന്തേ ഇപ്പോൾ ഇവർ ഷാഫിയെ വഞ്ചകൻ എന്ന് വിളിക്കാനുള്ള കാരണം? മറ്റൊന്നുകൊണ്ടുമല്ല, മുഖ്യമന്ത്രി ആരാകണം എന്ന നെട്ടോട്ടത്തിൽ കസേരക്കളിയിൽ ഷാഫി പിന്തുണക്കുന്നത് KC വേണുഗോപാലിനെയാണ്. ആ KC വേണുഗോപാലിനെ പിന്തുണക്കുന്ന ബഹുഭൂരിപക്ഷം MLA മാർ, അങ്ങനെയാണ് നമുക്ക് കിട്ടുന്ന സ്ഥിതിവിവര കണക്ക്. ഇവരാരും കൈവന്തിച്ച് ഞാനാരും കണ്ടിട്ടില്ല, സകല ചാനലുകളും പറയുന്നത് അങ്ങനെയാണ്. ആ സ്ഥിതിവിവര കണക്ക് പ്രകാരം ഒരു 38-40 MLA മാർ KC വേണുഗോപാലിനെ പിന്തുണക്കുന്നുണ്ട്. അവരിപ്പോൾ വിളിക്കുന്ന പേര് കേട്ടിട്ടുണ്ടോ? ഊളകൾ. ഞാനല്ലോ, ഇതേ കോൺഗ്രസും ലീഗും ജയിപ്പിച്ചു വിട്ടവർ വിളിക്കുന്ന പേരാണ് ഊളകൾ. അക്കണക്കിനുള്ള ഒരു ഊളയാണ് അഭിജിത്ത് എന്ന് പറഞ്ഞാൽ നാദാപുരം മണ്ഡലത്തിലെ നിയുക്ത MLA. അയാൾ 2 ദിവസം മുമ്പ് ഒരു കല്യാണത്തിന് പോയി നാദാപുരത്ത്. അവിടെ വെച്ച് ലീഗും കോൺഗ്രസും വളഞ്ഞിട്ട് ഇയാളെ വിചാരണ ചെയ്തു എന്ന് പറഞ്ഞു. എന്താ കാരണം? KC വേണുഗോപാലിനെ കൈവക്കി. ആ KC വേണുഗോപാലിന് ഹൈക്കമാൻഡിന് മുമ്പിലെത്തി കൈവക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് ഷാഫിയാണത്രേ. അതുകൊണ്ടാണ് ഷാഫി വർഗവഞ്ചകൻ, KC വേണുഗോപാലിന് വേണ്ടി ആളെ കൂട്ടുന്നവൻ എന്നൊക്കെ പറഞ്ഞിട്ട് പൊളിച്ച ചീത്ത ലീഗും കോൺഗ്രസും ജമാഅത്ത് ഇസ്ലാമിക്കാരും പറയുന്നത് ഇല്ലേ? ഇവർ പറയുന്നത് എന്താണ്? KC വേണുഗോപാൽ വലിയ RSS അനുകൂലിയാണ്. രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഗോവയിലുമൊക്കെ കോൺഗ്രസ് ഭരണം തകർത്ത് BJPക്ക് പായ വിരിച്ചു കൊടുത്തത് KC വേണുഗോപാലാണ്. ആരാ പറയുന്നത്? കോൺഗ്രസ്സുകാർ ഇല്ലേ? നോക്കൂ, ഞങ്ങൾ പറഞ്ഞിരുന്നത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് KC വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കാൻ വന്നപ്പോൾ ഞങ്ങൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്. അയാൾ ഓൾറെഡി പാർലമെന്റ് മെമ്പറാണല്ലോ, അയാൾ രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാ MP അല്ലേ, എന്തിനാണ് അയാൾ രാജിവെച്ച് ഇവിടെ മത്സരിക്കുന്നത്? മാത്രമല്ല, അയാൾ രാജിവെച്ച ഒരു കുഴപ്പമുണ്ട്. അവിടെ പകരം വരിക ഇപ്പം രാജസ്ഥാൻ ഭരിക്കുന്ന BJPയുടെ പ്രതീതിയാണ് വരിക. BJPക്കാവട്ടെ ഇന്ത്യൻ പാർലമെന്റിൽ, രാജ്യസഭയിൽ അവർക്ക് 4-5 MP മാരുടെ പോരായ്കയുണ്ട്. അതിലേക്ക് ഒരാളെ കിട്ടും. പറഞ്ഞതുപോലെ സംഭവിച്ചു. വേണുഗോപാൽ ഇവിടെ ഒന്ന് മത്സരിച്ചപ്പോൾ അവിടെ നിന്ന് BJPയുടെ ഒരു MP ജയിച്ച് രാജ്യസഭാംഗമായി. ഇപ്പം KC വേണുഗോപാൽ ഇവിടെ ലോക്സഭയിൽ മത്സരിച്ച് ജയിച്ച മണ്ഡലം രാജിവെക്കാനൊരുങ്ങുകയാണ്. എന്തിനാ രാജിവെക്കുന്നത്? അയാൾക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകണം. അപ്പോൾ കോൺഗ്രസ് പറയുന്നു അയാൾ മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലും ഗുജറാത്തിലും രാജസ്ഥാനിലുമൊക്കെ ഗോവയിലുമൊക്കെ BJPക്ക് വേണ്ടി പായ വിരിച്ചു കൊടുത്ത മനുഷ്യനാണ്. അപ്പോൾ VD സതീശനോ? VD സതീശൻ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പോലീസ് ചോദ്യം ചെയ്ത ആളോടൊപ്പം ആരും അറിയാതെ ചാർട്ടേഡ് വിമാനത്തിൽ, അദാനി ചാർട്ടർ ചെയ്തു കൊടുത്ത വിമാനത്തിൽ കർണാടകയിലേക്ക് പോയി അവിടെ BJPയുടെ സഖ്യകക്ഷി നേതാവുമായി സംസാരിച്ചു. എന്നിട്ടൊരു അമ്പലത്തിൽ ദർശനം നടത്തി എന്നൊക്കെ കള്ളക്കഥ പറയാണ്. ഇത് ഞാൻ പറയല്ലോ, ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കില്ലല്ലോ. ഇത് പാരാ പറയുന്നത്? KC വേണുഗോപാലിനെ അനുകൂലിക്കുന്ന വിഭാഗം. ഇരു കൂട്ടരും തമ്മിലുള്ള യുദ്ധം അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ മുസ്ലിം ലീഗുകാർ എന്ത് ചെയ്യണമെന്നറിയാതെ കരച്ചിലാണ്. ഇന്നലെ ഷാഫി ചാലിയൻ ചാനലിൽ വന്ന് കരഞ്ഞത് കേട്ടില്ലേ? ഞങ്ങൾ പടക്കം വാങ്ങിയിട്ട് അതിൻ്റെ മുകളിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി, എൻ്റെ പടച്ചോനെ അതൊന്ന് പൊട്ടിക്കാൻ കഴിയുമോ? മഴക്കാലം വരികയാണ്, പൊട്ടിക്കാൻ പറ്റുമോ? ക്യാമ്പിൽ ഒരു മ്ലാനതയുണ്ട്, അത് ഞാൻ തുറന്നു സമ്മതിക്കുന്നു. ഞാനൊരു രാഷ്ട്രീയക്കാരനാണ്, കല്യാണത്തിന് ഞാനും പോകുന്നുണ്ട്. ഞാൻ MLA കുന്തൊന്നും ആയിട്ടില്ലെങ്കിലും എല്ലാ പ്രവർത്തകരും രോഷത്തോടു കൂടി പറയുന്നു, 4-ാം തീയതി വിജയം കിട്ടി, 5-ാം തീയതി 6-ാം തീയതി കയറി ഇരുന്ന് വലിയ ആഹ്ലാദ പ്രകടനത്തിന് വേണ്ടി പഴക്കം വാങ്ങി കാത്തിരിക്കുന്ന ഞങ്ങളെ പ്രവർത്തകർ കുറെ ദിവസമായി. എന്താ അവരോട് പറയാ? അപ്പൊ പ്രശ്നം തന്നെയാണ്. ആ പ്രശ്നത്തിന് എന്താണ് ചെയ്യാൻ പറ്റുമോ? ഒരു ഘടകകക്ഷികൾക്ക് ഞങ്ങൾക്ക് വേഗത്തിൽ കാര്യങ്ങൾ തീരുമാനിച്ചു. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളുണ്ട്. ഇതിന് കോൺഗ്രസിന്റെ നേതാക്കളോട് ചോദിച്ചാൽ ഡൽഹിയിൽ ഇത്ര ദിവസം കഴിഞ്ഞിട്ടില്ല വന്നത്, ബോംബെയിൽ അത്ര ആയിരുന്നല്ലോ. അവർക്ക് അതല്ലാതെ വേറെ എന്ത് ഉത്തരവാ പറയാ? അവർക്കും പ്രശ്നമുണ്ട്, അവര് വിങ്ങി പൊട്ടുന്നുണ്ട് അവരെ പ്രവർത്തകര്. ഇപ്പൊ ജിൻഡോ ഒക്കെ, ഇങ്ങനത്തെ ഒരു ജിൻഡോനെ കണ്ടോ നമ്മള്? കടുവൊക്കെ പരി പിടിച്ചിരിക്കേ. എന്തായാലും കാരണം വിഷമം കൊണ്ടാ ജനങ്ങളുടെ ഇടയിൽ ജീവിക്കുന്ന ആളാ ജിൻഡോ ഒക്കെ. ഞങ്ങളൊക്കെ പങ്കുവച്ചിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷമായി കഴിഞ്ഞ 5 വർഷമായി വൈകുന്നേരം 4-5 പേരുടെ മുമ്പിൽ വിചാരണയ്ക്ക് കിടന്നു തരിക ഞങ്ങള് ഇല്ലേ? എത്ര നിങ്ങളൊക്കെ ചീത്ത കേട്ടിന് ഈ സർക്കാരിന്റെ ഇത് വിളിച്ചു പറയാൻ? ഞങ്ങളും പണിയെടുത്തവരാ, അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്കൊക്കെ ഭയങ്കര നീറ്റലുണ്ട് ഇവിടെ.
സാധാരണ സഭ്യം കൊണ്ടായിരുന്നു നിങ്ങളെ നേരെ ചാടിക്കളിക്കണേ ഞാനും ജിന്നു എന്താ ചെയ്തത്? വേഗം ഒരു വർത്തമാനം പറഞ്ഞ് വേഗം ഉൾവലിയാണ്. അതൊരു നിവൃത്തികേടാണ്. എന്റെയും ജിന്നുവിന്റെയും ഒക്കെ നേതാക്കളോട് നിങ്ങളുടെ നിവൃത്തികേട് ജനത്തിനില്ലെന്നേ. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ നിവൃത്തികേട് ജനത്തിനില്ല. അതുകൊണ്ട് ജനത്തിന് രോഷമുണ്ടാവും. സംശയം എന്താ? ഈ പടക്കം മഴ ചെയ്ത തണുത്തോലിയത് ഈ പടക്കം വാങ്ങി കുത്തിരിക്കുക അതിന്റെ മുകളില് ഇത് പൊട്ടിക്കാൻ വേണ്ടി അധികാരം ഏറുന്നത്. ഇത് ഇങ്ങനെ നീണ്ടുപോയ എവിടെത്തും? ഇതിപ്പോ ഞങ്ങളെ നേതാക്കന്മാരും ഞങ്ങളെ മുന്നണിയാണല്ലോ. കോൺഗ്രസ് ഞങ്ങളെ ജ്യേഷ്ഠനെ പോലെയാണ്. അതിനെ നേതാക്കളൊന്ന് കേൾക്കട്ടെ. ഞങ്ങളൊക്കെ ഒരു വേദന എത്രയും പെട്ടെന്ന് ആകണം. ഇത് സമയം എടുത്താൽ ഇവിടെ ഇബിലീസർക്കും ഞാൻ കഴിഞ്ഞ ചർച്ചയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അമീദ് മാഷ് പറഞ്ഞു കേട്ടില്ല? ആരാ അമീദ് മാഷ്? ചില്ലറക്കാരനാ. മലപ്പുറം ജില്ലയിലെ മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി. അയാൾ പറയാണ് കല്യാണപ്പുരയിൽ പോകാൻ വയ്യ, 4 ആൾ കൂടുന്നിടത്ത് പോകാൻ വയ്യ, എന്തിന് മരണപ്പുരയിൽ പോകാൻ വയ്യ. എവിടെ ചെന്നാലും ആളുകൾക്ക് ഒറ്റ ചോദ്യമുള്ളൂ, തീരുമാനമായോ? എൻ്റെ വാട്സപ്പിലേക്ക് സ്ത്രീകൾ വിളിച്ച് ചോദിക്കുകയാണ്, ഇനിയും തീരുമാനമായിട്ടില്ലേ? ഈ തീരുമാനമാവാത്ത നേതാക്കന്മാർക്ക് വേണ്ടിയിട്ടാണോ ഞങ്ങളെ വോട്ട് നിങ്ങൾ ചോദിച്ചു വാങ്ങിയത്? ഞാൻ പറയല്ല കേട്ടോ, ഹമീദ് മാഷ് പറയാണ്. വളരെ പെട്ടെന്ന് തീരുമാനം ഉണ്ടായിട്ടില്ലെങ്കിൽ അത് അതിൻ്റേതായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ വ്യത്യസ്തമായ രൂപത്തിലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ ഈ ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ നടക്കുന്ന സമയമാണ്. അണികളൊക്കെ അസംതൃപ്തരാണ്. പല സ്ഥലത്തും പരിപാടി നടക്കുന്നില്ല. തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരോട് സ്വീകരണ പരിപാടിക്ക് വരണ്ടെന്ന് പറയുന്ന ഘട്ടം വരെ ഉണ്ടായിട്ടുണ്ട്. സ്ത്രീകളടക്കം നേരിട്ട് വിളിക്കുകയാണ്, എന്താ അമിത മാഷേ ഇതിനാണ് ഞങ്ങളെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ചത് എന്നൊക്കെ ചോദിക്കുന്ന ഈ ഫോണിലെ കമൻസ് നോക്കി നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ആൾക്കാരുടെ മൊത്തം ഒരു അസംതൃപ്തി എവിടെ ചെന്നാലും, കല്യാണത്തിന് പോയാലും മരണ വീട്ടിൽ പോയാലും 4 ആൾ കൂടുന്ന സ്ഥലത്തും ചർച്ച മുഴുവൻ ഇതാണ്. ഇതിനാണ് നമ്മളൊക്കെ ഇപ്പോൾ ഇവർക്ക് വോട്ട് ചെയ്തത് എന്ന് ചോദിക്കുന്നൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഇവിടെ ഒരു റിയാലിറ്റി ഞാൻ പറയണം, മലപ്പുറത്തുള്ള റിയാലിറ്റി. അപ്പോൾ നമ്മളൊക്കെ ഈ സാധാരണക്കാരായ പ്രവർത്തകന്മാരെ ബന്ധപ്പെടുന്ന ആൾക്കാരാണ്. ലീഗിന് പടക്കം പൊട്ടിക്കാൻ കഴിയാത്ത വിഷമം, അഭിപ്രായം പറയാൻ കഴിയാത്ത വിഷമം. അഭിപ്രായം പറഞ്ഞാൽ ഉടനെ നമ്മളെ കോയൽനാടന്മാർ പറയാണ് ലീഗ് അഭിപ്രായം പറയണ്ട. ലീഗിനും ചെറിയൊരു ബേജാറുണ്ട്, കാരണം ലീഗില്ലാതെയും ഭരിക്കാൻ കോൺഗ്രസിന് കഴിയും. അതുകൊണ്ടാണല്ലോ PMA സലാം ഒരു ചെറിയ വെല്ലുവിളി പോലെ ചോദിച്ചു, എന്നാൽ ലീഗില്ലാതെ ഒന്ന് ഭരിക്കും. ഞങ്ങൾക്ക് ഏതായാലും ഇതൊക്കെ കണ്ടിരിക്കാനുള്ള മഹാഭാഗ്യം ഉണ്ടായി. തോറ്റില്ലേ എന്ന ചോദ്യത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ മെല്ലെ കണ്ണ് ചുമ്പി ചിരിച്ചു പോകേണ്ട ഒരവസ്ഥയിൽ ഞങ്ങളിപ്പോൾ നല്ല ചിരിയിലെത്തി നിൽക്കുക. കാരണം എന്താ, ആ ചോദ്യമൊക്കെ തീരുമാനമായോ എന്ന ചോദ്യത്തിൽ മുങ്ങിപ്പോയിരിക്കുകയാണ്. പക്ഷെ ഒരു കാര്യം ഈ കേരളീയർ മലയാളികൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇവരുടെ ചക്കളാത്തി പോരാട്ടത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. മിക്കവാറും ജയിച്ച് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി വരാനിരിക്കുന്നത് KC വേണുഗോപാലാണ്. ആരാണ് KC വേണുഗോപാൽ? അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടിയാൽ BJPക്ക് ഭരിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്നവരാണ് KC വേണുഗോപാൽ. ഞാൻ പറയല്ല, കോൺഗ്രസ്, ലീഗ്, ജമാഅത്ത് ഇസ്ലാമിക്കാരൻ അവർ പറയാണ്. അപ്പോൾ KC വേണുഗോപാൽ കേരളത്തിൽ വന്നാൽ എന്ത് സംഭവിക്കും? സുരേന്ദ്രൻ്റെ വാക്കുമായി കൂട്ടി വായിച്ചാൽ മതി. 10-20 സീറ്റ് കിട്ടിയാൽ പിന്നെ കേരളം ഞങ്ങൾ ഭരിക്കും. ഇങ്ങനെയാണെങ്കിൽ സുരേന്ദ്രന് 10-20 സീറ്റ് കിട്ടേണ്ടി വരില്ല. അത് BJPക്ക് ഭരിക്കാനുള്ള പായ വിരിച്ച് പരിചയമുള്ള ആളാണ് മിക്കവാറും കേരളത്തിലെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയായി വരിക. അനുഭവിക്കല്ലേ, അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാം?